അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ, ഇപ്പോൾ NSSന്റെ പട്ടികയിൽ ഇങ്ങനെ ഒരുപാട് പേരുടെ പേര് എഴുതി വെക്കാൻ കഴിയും. പക്ഷേ ഇപ്പുറത്ത് 10-25 വർഷമായിട്ട് നിലനിൽക്കുന്നത് ഒരൊറ്റ പേരാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ്. അദ്ദേഹം രാഷ്ട്രീയം പയറ്റിയിട്ടുണ്ട്, അദ്ദേഹം രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, വെട്ടിയിട്ടുണ്ട്, മുന്നേറിയിട്ടുണ്ട്, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ഈ നീക്കം പരാജയപ്പെട്ടു പോയിരിക്കുന്നു. അത് എന്തിന്റെ പേരിലുമാകട്ടെ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. അദ്ദേഹം ആർക്കു വേണ്ടി വെള്ളം കോരിയെങ്കിലും അത് പരാജയപ്പെട്ടു പോയിരിക്കുന്നു. നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ല, രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം ഈ ഐക്യാഹ്വാനം നടത്തിയത് എന്ന് പറയാൻ നമ്മുടെ മുന്നിൽ മാർഗമില്ല. കാരണം ഒന്ന്, അദ്ദേഹം കൈ ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് 3-ാം തവണ പിണറായി വിജയൻ എന്ന് പറയുകയുണ്ടായി. 2, അദ്ദേഹം അതിനപ്പുറത്തേക്ക് ദൂരവ്യാപകമായി കാണുന്ന രാഷ്ട്രീയ ലക്ഷ്യം വലത് രാഷ്ട്രീയത്തിൻ്റെതാണെന്ന് സൂചിപ്പിക്കുക എന്ന സൂചന നൽകി ഈ നായാടി മുതൽ നസ്രാണി വരെ എന്ന പുതിയ വലത് രാഷ്ട്രീയ സമവാക്യത്തെ ആവർത്തിച്ചുകൊണ്ട് അപ്പൊ അദ്ദേഹത്തെ നമുക്ക് രാഷ്ട്രീയ താല്പര്യമില്ലാത്ത സാമുദായിക നേതാവ് എന്ന പട്ടികയിൽ മാത്രം കൊണ്ടുപോയി വെക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. പിന്നെ അദ്ദേഹം പരാജയപ്പെടുമ്പോൾ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരാജയം എന്നതുകൂടി പറയുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഈ പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഈരടി ഉണ്ടല്ലോ, അത് വിചാരിച്ചാൽ മതി. ഇന്നിപ്പോൾ മറ്റൊരു ഫലിതം ഒരുപക്ഷെ മാധുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടോന്നറിയില്ല. ഇന്ന് കൊടുത്ത പത്മഭൂഷൺ ഉണ്ടല്ലോ, ഇന്ന് കൊടുത്ത പത്മഭൂഷൺ അതുപോലെ പത്മവിഭൂഷണും VS അച്യുതാനന്ദൻ അവർക്ക് പത്മവിഭൂഷണും വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷണും കൊടുത്തിരിക്കുന്നു. ഇതിനകത്തൊരു തമാശ ഉണ്ട്, ഒരുപക്ഷെ ആരും ശ്രദ്ധിച്ച് കാണില്ല. അതായത് VS അച്യുതാനന്ദൻ വാദിയായിട്ട് കൊടുത്തിരിക്കുന്ന കേസിലെ പ്രതിയാണ്, 1-ാം പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി വാദിക്കും പ്രതിക്കും, ഒരു ക്രിമിനൽ കേസിലെ വാദിക്കും പ്രതിക്കും ഒരേ സമയം കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ അംഗീകാരങ്ങൾ, ഒരു സാമൂഹ്യ അംഗീകാരങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ പത്മഭൂഷൺ കൊടുത്തു തുടങ്ങിയ കാലത്തുനിന്ന് ഇന്നേ വരെ അതിന് ചരിത്രം നോക്കിയാൽ കാണുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഉണ്ട് റെക്കോർഡ് 124 126 എൻ്റെ കണക്കിൽപ്പെട്ടിടത്തോളം ഏതാണ്ട് 126 കേസുകളിൽ മിസ്റ്റർ നടേശൻ പ്രതിയാണ്. 166, പിന്നെ ആ മഹേശൻ മരിച്ച സംഗതി വരുമ്പോൾ 127 ആവും. അങ്ങനെ ഒരു 127 കേസിൽ പ്രതിയായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന നമ്മുടെ കോടതികളിലേക്ക് എത്താൻ ഭാഗമായി കിടക്കുന്ന കേസുകളിൽ പ്രതിയായിട്ടുള്ള മനുഷ്യനെ ആണ് പത്മഭൂഷൺ കൊടുത്തിരിക്കുന്നത്. അതും ഒരു റെക്കോർഡായിരിക്കും. ഇത്രയും കേസിൽ പ്രതിയാകാൻ യോഗ്യമുള്ള ആള്, യോഗ്യം കിട്ടിയ ആളിന് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും പത്മഭൂഷണോ പത്മവിഭൂഷണോ ഒക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും റെക്കോർഡാണ്. ഒരേ കേസിലെ വാദിക്കും പ്രതിക്കും. അത് കോടതിയിൽ ഹൈക്കോടതി പറഞ്ഞു, 1 മാസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചോളം, നിങ്ങൾ പോയി ജാമ്യം എടുത്തോളം എന്ന് കർശനമായിട്ട് ഹൈക്കോടതി ഉത്തരവ് കൊടുത്ത കേസിലെ പ്രതി, ആ കേസിലെ വാദി പരേതനായ VS, ആ കേസിൽ ഞാനും ഒരു കക്ഷിയാ, ഞാൻ VSനോടൊപ്പം ആ കേസിൽ കക്ഷി ചേരാനായിട്ട് ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടുള്ളതാ. അപ്പോൾ വാദിക്കും പ്രതിക്കും ഒരേ സമയം ലോട്ടറി അടിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഒരു റെക്കോർഡും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ രാഷ്ട്രീയം അല്ല, SNDP യോഗത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെ പറ്റിയിട്ട് എന്താ ഇപ്പോൾ പറയുക? NSSൻ്റെ ഡയറക്ടർ ബോർഡിൽ വിവരമുള്ളവർ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് കുറേ പേരെ നല്ലപോലെ അടുത്തറിയാവുന്ന പലരുമുണ്ട്. അവരും എൻ്റെ അടുത്ത് പല വ്യവഹാരങ്ങളുമായിട്ട്, അവരുടെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട വ്യവഹാരങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വരികയും എൻ്റെ നിയമസഹായം തേടുകയും ഒക്കെ ചെയ്തു എനിക്കറിയാം. പിന്നെ SNDP യോഗത്തിൽ അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം നല്ല കുറവാണ്. അവിടെ ഇപ്പോൾ ഈ വാഴപ്പണ്ടിയിൽ തീർത്ത നട്ടെല്ലുകളുമായിട്ടും നടക്കുന്ന കുറേ അധികം പേരുണ്ട്. പിന്നെ വളരെ അപൂർവമായിട്ട് നട്ടെല്ല് നിവർത്തി നിന്ന് അഭിപ്രായം പറയാനായിട്ട് മെനക്കെടുന്ന ആളുകൾ അതിനകത്ത് ഇപ്പോൾ ഉള്ളൂ. അഭിപ്രായം ഉള്ളവരുണ്ടാകാം, പക്ഷേ അഭിപ്രായം പരസ്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് മെനക്കെടുന്നവരുടെ എണ്ണം തീരെ കുറവാണ്. അതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ഭരണത്തിൻ്റെ ഒരു തന്ത്രം. SNDP യോഗത്തിൻ്റെ ചർച്ചാ വേദികളിൽ, വാർഷിക പൊതുയോഗത്തിലാണെങ്കിലും ഡയറക്ടർ ബോർഡിലാണെങ്കിലും എല്ലാ വിഷയത്തെ പറ്റിയും വളരെ സമഗ്രമായ ചർച്ചകൾ നടന്ന് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. SNDP യോഗത്തിൻ്റെ വാർഷിക പൊതുയോഗം ഞാൻ അധ്യക്ഷം വഹിക്കുന്ന കാലത്ത് വൈകുന്നേരം 6 മണി 7 മണിയായാലും ചർച്ചകൾ കൺക്ലൂഡ് ചെയ്ത് മീറ്റിങ്ങിന് പിരിയാൻ സാധിക്കുമായിരുന്നില്ല. ഇന്നിപ്പോൾ
ഉച്ചയോട് കൂടിയിട്ട് നല്ല മൃഷ്ടാന്ന ഭോജനവും എല്ലാവർക്കും കഴിച്ചുകൊണ്ട് അവിടെ യോഗ സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു പോകാൻ കഴിയുന്നത് ഉച്ചയ്ക്ക് ശേഷം സിറ്റിംഗ് തന്നെ വേണ്ടി വരാത്ത വിധത്തിൽ വാർഷിക പൊതുയോഗങ്ങൾ നടത്തുന്നതിൽ വെള്ളാപ്പള്ളി നടേശൻ വളരെ സമഗ്രമായിട്ടും വിജയം കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുക. ഇവിടെ ഈഴവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന് തീരാ ഭാരമായി മാറിയിരിക്കുന്നു, തീരാ കളങ്കമായി മാറിയിരിക്കുന്നു. SNDP യോഗം പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ ആശയ സംഹിതകളെ പാടെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഇവിടെ ഈ കോളേജിൻ്റെ അഡ്മിഷൻസും കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ ചോദിച്ചപ്പോൾ വിദ്യാസാഗറിന് ഇതൊക്കെ തുറന്നു പറയാൻ പറ്റുമോ എന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. ഇതിനെ തുറന്നു പറയുന്നതിന് ഒരു കുഴപ്പവുമില്ല. SNDP യോഗത്തിന് വിദ്യാഭ്യാസ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടിരുന്നതിന് കൃത്യമായി കണക്ക് വെക്കുകയും ആ പണം അപ്പോൾ തന്നെ ട്രസ്റ്റിൻ്റെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് കീപ്പ് ചെയ്തും ട്രസ്റ്റിൻ്റെ ഭരണം നടത്തിയ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് SNDP യോഗത്തിൻ്റെ പ്രസിഡന്റുമായി. അദ്ദേഹമാണ് MK രാഘവൻ വക്കീൽ. ഈ രാഘവൻ വക്കീലിൻ്റെയൊക്കെ ആ പ്രഭാവകാലത്താണ് ഞാനൊക്കെ SNDP യോഗത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് ആകൃഷ്ടനായി അതിൻ്റെ പല തലങ്ങളിലുമൊക്കെ പ്രവർത്തിക്കാൻ ഇടയായിട്ടുള്ളത്. SN ട്രസ്റ്റിൻ്റെ ഭരണത്തിൽ റിസീവറെ വെക്കുമ്പോൾ പോലും അന്നിരുന്ന ഡിവിഷൻ ബെഞ്ച് ആ ഹൈക്കോടതി ജഡ്ജി ട്രസ്റ്റ് പിരിച്ചു ട്രസ്റ്റിൻ്റെ ഭരണസമിതിയെ മാറ്റിക്കൊണ്ട് റിസീവറെ വെച്ചപ്പോൾ പോലും അതിൻ്റെ റിസീവറായിട്ട് അതിന് നേതൃത്വം കൊടുത്ത ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായ MK രാഘവൻ വക്കീലിനെ തന്നെ നിയോഗിച്ചത് ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. അത്ര സുതാര്യമായും സത്യസന്ധമായും ഇത് വിദ്യാഭ്യാസ സംഭാവനയാണ്, ഇത് ഞങ്ങളുടെ കണക്കിലുണ്ട്, ഇത് ബാങ്കിൽ ഓരോ ആളിൻ്റെയും പേരിൽ വരുന്ന നിയമനം കിട്ടി ഓരോ ആളിൻ്റെയും പേരിൽ സ്വീകരിക്കുന്ന സംഭാവന തുകകൾ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് നിക്ഷേപിക്കുന്നുണ്ട് എന്ന് ഹൈക്കോടതിയിൽ തുറന്നു പറഞ്ഞ ഒരു SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്നു പരേതനായ MK രാഘവൻ വക്കീല്. അതുകൊണ്ട് ഇതൊക്കെ സുതാര്യമായിട്ട് നടത്താൻ ആഗ്രഹിച്ചാൽ സുതാര്യമായിട്ട് നടത്താം. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തീരെ സുതാര്യതയില്ലാതെ ഇതെല്ലാം പോകുന്നു. ഒരു വർഷം 10ഉം 100ഉം പോസ്റ്റുകൾ സാങ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ 100 പോസ്റ്റുകൾക്ക് ഇവിടെ സൂചിപ്പിച്ച വലിയ സംഖ്യയുണ്ടല്ലോ, 1 കോടി. ആ 1 കോടി അല്ലെങ്കിൽ ഏതാണ്ട് അതിനടുത്ത സംഖ്യകൾ ലേലം വിളിച്ച് കച്ചവടം ചെയ്യുന്ന നല്ല ബിസിനസ്സുകാർ അങ്ങനെയാണല്ലോ, നല്ല മാർക്കറ്റിംഗ് തന്ത്രം അറിയാവുന്ന രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്തിട്ട് സമ്പാദിക്കുന്ന സ്വത്തുക്കൾ, ആ പണം എന്ത് ചെയ്യുന്നു എന്ന് പോലും അറിയാനായിട്ട് സമുദായത്തിന് അവസരമുണ്ടാകുന്നില്ല എന്നുള്ള വലിയ ദുർഗതി കഴിഞ്ഞ 10, 20, 25 കൊല്ലത്തിനിടയ്ക്ക് ഇതിന് വന്നുകൂടിയിട്ടുള്ള വിദ്യാഭ്യാസ സംഭാവനകൾ സംബന്ധിച്ച് ഒരു ഊഹവും ആർക്കും തരാത്ത വണ്ണം, നടത്താൻ കഴിയാത്ത വണ്ണം അതെല്ലാം ഇരുട്ടിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. എന്നാൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അസറ്റ് ക്രിയേഷൻ, ഞാൻ അതാണ് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ സൂചിപ്പിക്കേണ്ടായി, ഒരു അസറ്റ് ക്രിയേഷൻ എവിടെയെങ്കിലും വെച്ച് ഞാൻ നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കി, ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇത്ര കോളേജുകൾ പുതുതായിട്ട് ഉണ്ടാക്കി, അതിനെല്ലാം ഈ സമ്പത്ത് വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് സമുദായങ്ങൾക്ക് പറഞ്ഞ് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു സാധനമെങ്കിലും കാണാൻ ഈ 30 കൊല്ലത്തിനിടയ്ക്ക് വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും കഴിയുന്നില്ല എന്നുള്ളതും പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഈ തിരിച്ചറിവുകൾ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകും എന്നറിയാവുന്ന നടേശൻ അതിന് തടയിടാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ തന്ത്രങ്ങളുടെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ പെട്ടെന്നുള്ള നായരവി ഐക്യവും അതുപോലെ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള